ഇയാൾ വ്യാഴാഴ്ച മരിച്ചേക്കാൻ ഒരു കാര്യം ഒരു മരിച്ചതല്ല ശനിയാഴ്ച. അപ്പൊ എന്ത് ചെങ്ങായി ഇയാളെ കളിപ്പാണ്? അല്ല ഉസ്താദെ, ഇയാൾ വ്യാഴാഴ്ച മരിച്ചെച്ചാൽ ആ ജനറൽ ബോഡി മര്യാദ നടത്തിന് വെള്ളിയാഴ്ച. അപ്പൊ വെള്ളിയാഴ്ച ജനറൽ ബോഡിയിൽ വേണ്ട കുരുമാരുണ്ടാക്കി ഞാൻ ഒച്ചുണ്ടാക്കി ജനറൽ ബോഡിയൊക്കെ നിർത്തി വെച്ചതാണ്. ഇയാൾ മരിച്ചതാണ് ശനിയാഴ്ച. അപ്പൊ ഇവരൊക്കെ പറഞ്ഞതെന്താ? ഇയാൾക്ക് മരിച്ചേക്കാണെങ്കിലും അതൊരു ഉപകാരമില്ല. മരിച്ചു കിടക്കാൻ വരുന്നവരൊക്കെ നിങ്ങൾ വിചാരിച്ചോക്കളെ സ്നേഹിച്ചിട്ട് വരികയാണ് വിചാരിച്ചോ. മരിച്ചു കിടക്കുമ്പോൾ വരുന്നവരൊക്കെ നമ്മളെ ബഹുമാനിച്ചിട്ട് വരികയാണെന്ന് വിചാരിച്ചോള്. അപ്പൊ നമ്മളെ ജീവിതത്തിന്റെ ഒരു രീതിയെ ആളുകളെ വിലയിരുത്തൽ കണ്ടു. നമ്മള് സന്തോഷത്തിലാണെങ്കിൽ ഒരിക്കലും അങ്ങനെയല്ലല്ലോ പറയാം. അത് ഏതിലും ഒപ്പം ഇങ്ങനെ കണ്ടുവെക്കെ. നിങ്ങളിപ്പോ എല്ലാവരും കൂടി ഇപ്പൊ ഇങ്ങനെ ഈ നാട്ടുകാരെല്ലാവരും കസാലിയിൽ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടാലും നല്ല അടുത്ത ആൾക്കാർ അല്ലേ? ജാതി മതമൊന്നും വ്യത്യാസം എല്ലാവരുമാരുണ്ട്, അല്ലാത്തവരുണ്ട്, ഒക്കെ എല്ലാവരും ഞാൻ ഊന്നിപ്പൊടിച്ച് അടുത്തടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അതിൽക്കൂടെ കണ്ടക്ടർ ഇങ്ങനെ ഒരു മോട്ടിവേഷൻ മുന്നിക്ക് തന്നെയാണ്. അപ്പൊ എല്ലാവരും കൂടി ഇങ്ങനെ അടുത്തടുത്ത് ആ ബസ്സൊക്കെ നോക്കിയിട്ട് ആരെങ്കിലും പറയോ ഈ ബസ്സിൽ നല്ല യോജിപ്പാണ്? പറയാം. ഒക്കെ ശരീരം കൊണ്ട് അടുത്ത് നിൽക്കുകയാണ്, മനസ്സുകൊണ്ട് അടുത്തിട്ടാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ ബസ്സിലെ ആൾക്കാരും ശരീരം കൊണ്ട് അടുത്ത് നിൽക്കണ മാതിരി ഭാര്യയും ഭർത്താവും അടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഉസ്താദും ശിഷ്യനും അടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഉമ്മി ബാപ്പി അടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? അയൽവാസി അടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ശരീരം കൊണ്ട് അടുത്താലും അകന്നാലും മനസ്സുകൊണ്ട് അടുക്കുക. ആ ബസ്സിലുള്ളവരൊക്കെ എന്താ സംഗതി? ഒക്കെ ശരീരം കൊണ്ട് അടുത്ത് നിൽക്കാണ്. സ്റ്റോപ്പ് എത്തുന്നു വേണ്ട, 50 സ്പീഡ് കുറഞ്ഞാൽ തന്നെ രണ്ടാളാണ് അല്ലേ? ഇവിടെയാണ് നമ്മൾ നന്നാകേണ്ടത്. നമ്മളെ നന്മ വരേണ്ടത് അവിടെയാണ്. നമ്മളെ മനസ്സ് അതിന് നന്നായി കിട്ടിയാൽ അള്ളാഹു. ഒരു ഉസ്താദിന്റെ അടുത്ത് എന്തെന്നെ കാട്ടിയാലും ശിഷ്യന്മാര് പോകൂല. അതെന്താ? ഉസ്താദും ശിഷ്യനും അത്ര ബന്ധം. ഭർത്താക്കന്മാർക്ക് എന്തൊക്കെ ദാരിദ്ര്യവും കഷ്ടപ്പാടും വിഷമൊക്കെ ഉണ്ടെങ്കിലും പെൺകുട്ടികൾ മുമ്പരെ വിട്ടു പോരില്ല. എന്തുകൊണ്ട്? മനസ്സിന്റെ ബന്ധാണ്. മുതലാളിന്റെ പിന്നിൽ കച്ചവടമൊക്കെ എല്ലാവരെയും എന്നാലും തൊഴിലാളി പോയിട്ടില്ല. എന്തുകൊണ്ട്? തൊഴിലാളി മുതലാളി പോലെ മനസ്സ് അങ്ങനെ ഒരു ബന്ധപ്പെട്ട ഏതിന്റെയും മാനസികമായ പൊരുത്തം അള്ളയും നമ്മളും നല്ല മനസ്സും കാര്യം അപ്പം നമ്മളും നല്ല പൊരുത്തത്തിലാണോ? എത്ര ചൂടുണ്ടെങ്കിലും തോൽക്ക് മുറിച്ചോ, എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിൽക്കാൻ ഒഴിവാക്കോ ഇല്ല. അള്ളയും നമ്മളും നല്ല മനസ്സല്ലെങ്കിൽ നമുക്ക് നിൽക്കാനും തോന്നൂല, നമുക്ക് ഓൽപ്പൊരുക്കാനും തോന്നൂല. ഏത് അനാവഹിയൽ കൽബ്, മനസ്സ് നന്നാക്കണം.